പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് 50 രൂപ പാല് മേടിക്കാൻ 50 രൂപ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ ഇടയ്ക്ക് ഫ്രൂട്ട്സ് കൊണ്ടുപോകാറുണ്ട്. ഞാൻ ഇടയ്ക്ക് പൈനാപ്പിൾ കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ പൈനാപ്പിൾ കിട്ടുമെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞ് നോക്കിയതാണ്. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ അതിന് റംബൂട്ടാനുണ്ട് 200 രൂപ കിലോ എന്ന് പറയുന്നത്. സാധാരണ 250ഒക്കെയാണ് മിനിമം അതിന് മേടിക്കുന്നത്. അപ്പോൾ 200 രൂപ നേട്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു 1/4 കിലോ എങ്കിലും 50 രൂപയ്ക്ക് മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ 1/4 കിലോ പറക്കിയിട്ടപ്പോൾ ഒരു 4-5 എണ്ണം പറക്കിയിട്ട്. അപ്പോൾ ഞാൻ എന്നാൽ 1 കിലോ 1/2 കിലോ തരാൻ പറഞ്ഞു. ഞാൻ 1/2 കിലോ 100 രൂപയ്ക്ക് മേടിച്ചു. അപ്പോൾ മേടിച്ചപ്പോൾ നമുക്കിപ്പോൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് 2-3 കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്നു കേട്ടോ. അന്നേരം ജ്യൂസി ആയിട്ടുള്ള റംബൂട്ടാനായിരുന്നു. പക്ഷേ ഇത് തോട് നല്ല കട്ടിയാണ്. നമുക്ക് കൈവച്ചെടുക്കാൻ നമുക്ക് നഖത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ എന്താണ് മാംസം വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നൈഫ് ഒന്ന് കാണിച്ച് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കട്ടെ. ഈ പിച്ചാത്തിയിൽ ചക്ക മുറിച്ചിട്ട് അരക്ക് മര്യാദയ്ക്ക് തുടച്ച വളർത്തോണ്ടാട്ടോ പിച്ചാത്തി ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ എന്തായാലും ചേട്ടൻ്റെ അടുത്തൊന്നും വഴക്കൊന്നും പറഞ്ഞില്ലെങ്കിലും മുഖം ഇങ്ങനെ വീർത്ത് കാണിക്കും. നമുക്ക് ചെയ്തത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ. എന്തായാലും ഇന്ന് മീൻ മേടിക്കാനുള്ള പൈസ എടുത്തത് കൊണ്ട് ഇന്ന് മീനില്ല. പകരം നമ്മൾ പയറുതോരനാക്കി. എന്നാലും വല്ലപ്പോഴും നമ്മുടെ ഇഷ്ടം കൂടി നടക്കണ്ടേ. 100 രൂപയ്ക്ക് അങ്ങനെ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഇപ്പോൾ റംബൂട്ടാൻ എന്താണ് കഴിച്ച് തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞുങ്ങൾക്ക് അപകടമൊക്കെ ഉണ്ടാകുന്ന കുറേ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. പക്ഷേ ഇത് എൻ്റെ മോന് ഒരു പ്രാവശ്യം കുഞ്ഞിലെ കഴിച്ചപ്പോൾ ഇതേപോലൊരു സംഭവം നടന്നു. പിന്നെ ഞാനാണെങ്കിൽ പകുതി നേരെ കാണിച്ച്, അതായത് അവൻ കഴിച്ച് ഏകദേശം ഇവിടം വരെ നിർത്തിയിട്ട് അമ്മ എന്നിങ്ങനെ വിളിച്ചെന്നെ. ഭാഗ്യത്തിന് അവൻ വിളിച്ചു. അതുകൊണ്ട് ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്ക് ഇവിടെ എത്തി. അപ്പം ഞാനിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ അറിയാൻ പറ്റും റംബൂട്ടാൻ്റെ അരി ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ എന്തായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറും ചീനിയും ഉണ്ടല്ലോ, നമ്മുടെ കപ്പയും കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് അവന് കഴിക്കാൻ കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ കൊടുത്തു. അപ്പോൾ എന്താ അതങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ പിറ്റേന്ന് പിന്നെ ടോയ്ലറ്റിൽ പോയപ്പോൾ അത് പോവുകയും ചെയ്തു. അന്ന് 1-1.5 വയസ്സ് പ്രായമുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഫ്ലഷ് കടിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ അരി പ്രത്യേകിച്ച് നമുക്ക് കിട്ടും. അതായത് കണ്ടോ, ഇതിങ്ങനെ ഇളകി വരുന്നുണ്ട് കണ്ടോ. സീഡ് അങ്ങനെ തന്നെ ഇരിക്കുന്നത്, ചെറിയ സീഡാണ്. നമ്മുടെ ഒരു ബദാം പരിപ്പൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സീഡാണ്. ജ്യൂസിയുടെ അത്രയും മധുരമില്ല ഇതിന്. പക്ഷെ സംഭവം കൊള്ളാം.